പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആകെ അസ്വസ്ഥയാണ്, ഒറ്റപ്പെട്ടതാണ്, ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പാട്ട് കേൾക്കണം. കൃഷ്ണൻ്റെ പ്രണയം, ആ കൃഷ്ണനെപ്പോലെ പ്രണയം ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്ത് റെസ്പോൺസാണെന്നോ, പലരും എന്നയ്ക്ക് വരാൻ നോക്കി. ഈ വയസ്സുകാലത്തും ഒരു സ്ത്രീ പറഞ്ഞാൽ എന്തധികം കൂട്ടുകാരാണ് നമുക്ക് കിട്ടുക, പ്രത്യേകം പുരുഷന്മാരിൽ നിന്നും. അവരെന്ത് സഹായവും ചെയ്യും, കൂടെ വരും, പ്രണയിക്കും, പാട്ട് പാടിത്തരും, അതുപോലെ വേണ്ടതെല്ലാം തരും. ഇങ്ങനെ ആയിപ്പോയല്ലോ മനുഷ്യ സമൂഹം. ഞാൻ എൻ്റെ അപ്പോഴുള്ള ഒരു മാനസികാവസ്ഥയിൽ ചെറിയ ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിലിട്ട ഒരു വീഡിയോ ആണത്. എന്ന് പറഞ്ഞിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ഭർത്താവേ ഉള്ളൂ, ഒരു പ്രണയിതാവേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാലും എനിക്ക് അങ്ങേരല്ലാതെ വേറെ ആരെയും പ്രണയിക്കാൻ പറ്റില്ല. എന്നിട്ടും എനിക്കിഷ്ടം പോലെ ഇങ്ങനെ ഗുഡ് മോർണിംഗ്, എന്താ വേണ്ടത്, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് എനിക്ക് റെസ്പോൺസ് തന്നു. ഈ വയസ്സിൽ എനിക്ക് റെസ്പോൺസ് തരുന്നതാണെങ്കിൽ ഒരു ചെറുപ്പക്കാരിയാണ് ഇത് ഇട്ടിരുന്നെങ്കിൽ ഇത്രയധികം റെസ്പോൺസ് കിട്ടുമായിരിക്കും. എന്താ എല്ലാവർക്കും ഈ ലൈംഗിക ദാരിദ്ര്യം? പെണ്ണിനെ ഒരു തൂണിൽ സാരി ചുറ്റി കാണിച്ചാലും അതിനെ കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനോട് കാമം തോന്നുന്ന ഒരു പ്രകൃതിയാണോ ഉള്ളത്? ഒരിക്കലും പ്രണയവും ഈവൻ കാമം പോലും ഒരു പാപമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷന്മാർ അങ്ങനെയാണ്. ചില പുരുഷന്മാർക്ക് ഹോർമോൺസ് കൂടുതലായിരിക്കാം, ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺ കൂടുതലായിരിക്കാം, അവർക്ക് ലൈംഗിക ആസക്തിയും കൂടും. അതുപോലെ ചില സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോൺ കൂടുതലായിരിക്കും, അവർക്ക് അവരുടെ ലൈംഗികാസക്തി കുറയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല പല സ്ത്രീകളും വെറുതെ അസംതൃപ്തരാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പലരും എൻ്റെ വളരെയധികം അടുത്ത സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്, കട്ടിലിൽ കിടന്ന് അയാൾ എന്തൊക്കെയോ ചെയ്തിട്ട് പോയിട്ട് സ്വന്തമായിട്ട് ചെയ്താണ് അവർ സംതൃപ്തി അടയുന്നത്, അവർ ഓർഗാസം വരുത്തുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ അവരുടെ കൂടെ കൂടുതൽ അടുപ്പം കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വീണുപോകും. പിന്നെ ചില ആൾക്കാരുണ്ട്, ഈ ആണുങ്ങൾക്ക് ഓവർ വൃത്തി, OCD ഉള്ള ചില ആണുങ്ങളുണ്ട്. അവർ സ്ത്രീകൾക്ക് ആവശ്യമുള്ളതൊന്നും ചെയ്തു കൊടുക്കില്ല. അങ്ങനെയുള്ളവർക്കും ഈ സ്ത്രീകൾക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ വേറെ ആൾക്കാരെ തേടിപ്പോവും. അവർ പേയ്മെൻറ്റ് കൊടുത്തും അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കും. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതിന് ശേഷം മാത്രമേ പുള്ളിയുടെ കാര്യം നോക്കാറുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് വേറൊരാളിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അത് കണ്ടിട്ട് എൻ്റെ ആൺ സുഹൃത്തുക്കൾ വിചാരിച്ചു ഞാൻ ആകെ ലൈംഗിക ദാരിദ്ര്യത്തിലാണ്, എനിക്ക് വേണ്ട സുഖം തകരാൻ പലരും ഞാൻ നാട്ടിലുണ്ട്, ഞാൻ അവിടെയുണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ടാലും പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നീട് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞതിന് ശേഷമാണ് ഞാനത് ചിന്തിച്ചത്. മാധവിക്കുട്ടിക്ക് വയസ്സുകാലത്ത് തോന്നിയ ആ ഒരു ആഗ്രഹം പോലെ, അത് ആ ഒരു പ്രണയം പോലെ ആയിരുന്നോ ആഗ്രഹം എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ല, എൻ്റെ വയസ്സുകാലത്ത് അങ്ങനെ ഒരു പ്രണയമില്ല. എൻ്റെ വയസ്സുകാലത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും തീർത്തു തരുന്ന, എൻ്റെ പ്രായത്തിനനുസരിച്ച് എൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ സ്പോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചും അവരെ ഓർഗാസത്തിലെത്തിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി നെഗറ്റീവ് ഉണ്ട് കേട്ടോ, അതില്ലയെന്ന് പറയുന്നില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എന്നെ മാക്സിമം സ്വർഗ്ഗലോകത്തെത്തിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വേറെ നോക്കുന്നത്? പിന്നെ ഒരു ക്രഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൗന്ദര്യമുള്ള ഒരാളിനെ കണ്ടാൽ നമ്മൾ നോക്കിപ്പോവും. ഒരു പാട്ട് പാടുന്ന ഒരാളിനെ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും. നമ്മളൊരു കവിയെ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ഗുണമുള്ള ഒരാളിനെ കണ്ടാൽ നമുക്കൊരു ചെറിയ ക്രഷ്, ഒരു ചെറിയൊരു ഇത് തോന്നും. അത് സാധാരണയാണ്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. പണ്ടത്തെ മുനിപത്നിമാരുടെ കാര്യം കേട്ടിട്ടില്ലേ? ഗന്ധർവന്മാർ കുളിക്കുമ്പോൾ കണ്ടു നിന്നതും അല്ലെങ്കിൽ ഗന്ധർവന്മാരെ കണ്ട് മോഹിച്ചു നിന്നതും ഒക്കെ. ശിവലിംഗം പോലും കണ്ട് സ്ത്രീകൾ മുനിപത്നിമാർ ആകർഷിതരായി നിൽക്കുകയും
അങ്ങനെ ശിവലിംഗത്തെ ശപിക്കുകയും മുനിമാർ ശപിക്കുകയും ചെയ്തതായിട്ടുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയാണ്. യോഹന്നാൻ്റെ തലയറുത്ത സലോമയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബൈബിളിൽ. മോഹം തോന്നിക്കഴിഞ്ഞാൽ സ്ത്രീ പലതും ചെയ്യും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതല്ല. എനിക്ക് എൻ്റെ മക്കളുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്. മാത്രമല്ല ഞാനൊരു സാമൂഹ്യ ജീവി കൂടിയാണ്. എനിക്ക് സമൂഹത്തിൽ ചിലതൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരാളിന് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാമത്തിനെയും പ്രണയത്തിനെയും പറ്റി ചിന്തിക്കാൻ മാത്രം എനിക്കൊരിതില്ല. ഉണ്ട് ഒരു കാലത്ത്. ഇനി അടുത്ത ജന്മത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരണം, വീണ്ടും വരണം എന്നാണ് ആഗ്രഹം. കാരണം ഒരു സ്ത്രീക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഓർഗാസം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീ അയാളെ വിടില്ല. എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടെങ്കിലും വിടില്ല. ആ ഓർഗാസം കിട്ടിയതിന് ശേഷം മാത്രമേ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു ദേഷ്യത്തിലൊന്ന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആരും ചിന്തിക്കേണ്ട ഈ സ്ത്രീ, ഈ വയസ്സായ സ്ത്രീ കാമാർത്ഥയാണ്, അവർക്ക് പ്രണയം വേണം, ഞങ്ങൾ അവർക്ക് പ്രണയം കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ. എൻ്റെ സഹോദരന്മാരെ, ഇതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ് കേട്ടോ. ഞാൻ വളരെയധികം തൃപ്തിയായ ഒരു ഭാര്യയാണ്. ചില കാര്യങ്ങളിൽ തെറ്റുകൾ കാണും, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു ശരിയുണ്ടെങ്കിൽ ഒരു തെറ്റുണ്ട് എന്നല്ലാതെ ഈ കാര്യങ്ങളിലൊക്കെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, ബന്ധങ്ങളിലും മറ്റുമൊക്കെ ഞാൻ തൃപ്തിയാണ്. ചിലപ്പോൾ മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും, വഴക്കുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാലും അതൊന്നും കാണിച്ച് ഒരു ആണുങ്ങളുടെ പുറകെ പോകേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല.